ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ നെക്സ്റ്റ് വ്ളോഗ്. നമ്മൾ നാളെയാണ് ഇന്ന് ഓണം. സെപ്റ്റംബർ 3 ഇന്ന്. നാളെയാണ് 4. അത്തയിടേണ്ട കാലം കഴിഞ്ഞു പോയി നമ്മൾ എന്നോട് ചെവി പറയുന്നത്. എന്നാൽ നമുക്കിപ്പോഴാണ് ഓണം ആയത് ഗൈസ്. കുഞ്ഞൊക്കെ ഉള്ളത് നമുക്ക് സമയം കിട്ടിയില്ല. അപ്പം ഞങ്ങൾ പൂ പറിക്കാൻ പോവാണ് ഗൈസ്. സമയം എത്ര ഊണാറ്റാ? 6:15. കുഴപ്പമില്ല, വഴിന്റെ സൈഡിൽ കിടക്കുന്ന പൂക്കാണ് ഞങ്ങൾ പറിക്കുമ്പോൾ. നല്ല മഴയും കാറ്റും നല്ല ഇരുട്ടിയ സമയം കൂടിയാണ്. എന്താകും എന്തോരം പൂ കിട്ടും. അത്ര വലിയ നമുക്ക് ചിരട്ടയുടെ വലിപ്പത്തില് അത്തപ്പൂ ഇടാൻ പറ്റുള്ളൂ എന്ന് അറിയത്തില്ല. നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ ഭംഗിയായിട്ടിടും. അതെ അതെ അതെ, അത് തന്നെ. കട്ടപ്പനയിൽ നിന്നും ലൈവ് അപ്ഡേറ്റുമായി റിപ്പോർട്ടർ ഫെബ അമ്മു. നമ്മൾ മെയിൻ ഗസ്റ്റിനെ വീട്ടിൽ ഇരുത്തിയിട്ടാണ് വന്നേക്കുന്നത്. അവൻ കിടന്നുറങ്ങുവാണ്. അമ്മ ലൈവ് അപ്ഡേറ്റ് തരുന്നതാണ്. ഇൻ കേസ് അവൻ കരയുവാണെങ്കിൽ. ഈ ഒരു കൊട്ടയുള്ളൂ ഗൈസ്. ഇവിടെയാണ് ഇഷ്ടം പോലെ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ പൂവുണ്ട്. എവിടെ എവിടെ കണ്ടില്ലേ? അപ്പോൾ അത് കൂട്ടിയാൽ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ പറിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്തൊക്കെ പൂക്കൾ വാരിക്കോരി ഇടാൻ ഗൈസ്. ഓ, എന്റെ മനസ്സ് തൊട്ടാ കട്ടിലേല. ഇപ്പോൾ ഉറക്കത്തിലാണെന്നാണ് പറയുന്നത്. പണിയായിട്ട് ഞാൻ പൂ പറിക്കാൻ വന്നത്. നാളെ എൻ്റെ കൊച്ചിന് ഫോട്ടോഷൂട്ട് ഉണ്ട് മാവേലിയായിട്ട്. മുട്ടയുടെ ആദ്യത്തെ ഓണമാണ് ഗൈസ്. എല്ലാവരും മുട്ടയ്ക്ക് ഹാപ്പി ഓണം പറയണം. ഞങ്ങൾക്കും ഊണി പൂക്കി പയ്യെ വരുന്നു. കഴിഞ്ഞ തവണത്തെ ഓണം എവിടെ അമ്മൂസ് ആഘോഷിച്ചേ? ഇവിടെ തന്നെ ആയിരുന്നു. സൂപ്പർ ആയിരുന്നു. ഊണാച്ചൻ ഞാൻ അപ്പോൾ മുട്ടാതിക്ക് 3-4 മാസം കൊണ്ടുള്ളായിരുന്നു. ഇവിടെ പിന്നെ കുത്തി വെക്കാന്നാണ് ഉദ്ദേശിക്കുന്നത് ഗൈസ്. കോളാമ്പി പോലെ പിന്നല്ല, എന്തേലും ഒരു കമ്പ് കുത്തി വെക്കാം. ഊണാച്ചൻ വാഴയില കൊണ്ട് അത്തപ്പൂടാനാണോ ഉദ്ദേശിക്കുന്നത്? ചേമ്പിലേം കൊണ്ട് അത്തപ്പൂക്കൾ ഇടാൻ. കൊങ്ങിണി പറിക്കുന്ന അമ്മൂസ്. കൊങ്ങിണി അമ്മു. ചേമ്പല പറിക്കുന്ന ഊണി, ചേമ്പൂണി. പണ്ട് മുതലേ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം കുറച്ച് പിന്നോക്കമാണ് നിൽക്കാറ് പതിവ്. ഞാൻ പ്രോത്സാഹിപ്പിച്ച് സഹായിക്കാറാണ് കൂടുതലും. ഇവിടുത്തെ ഇതിലും പണിയെടുക്കുന്ന ബംഗാളീസ് പിന്നോക്കെല്ലാം മടിച്ച് ചുമ്മാ അതാണ് കൈസ്. നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യുകയാണ്. എടുത്ത് ചാട്, താഴെടുത്ത് ചാട്. നല്ല ഭംഗിയില്ലേ ഇതെന്നെ പോവാ. ഇത് പനി കൂർക്കയുടെ. അമ്മൂസിന് എന്തൊക്കെ പൂക്കൾ കിട്ടി? കിങ്ങിണി. നമുക്ക് ഈ പൂ പറിക്കാൻ വന്ന അഡ്രസ്സാണിത്. കട്ടപ്പന മുനിസിപ്പാലിറ്റി, പള്ളിപ്പടി. കൈമാറൂ. വാശിയേറിയ പൂക്കൽ പറി മത്സരമാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, പൂപ്പറി മത്സരം. ഉണിയും അമ്മുവും സമതലയിൽ നിൽക്കുമ്പോൾ ഫേബ രണ്ടും പോയത് മുന്നിൽ നിൽക്കുന്നു. ആ, നിങ്ങളുടെ മുന്നിലല്ലേ ഞാൻ നിൽക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നടക്കും. എന്നെ കുറിച്ച് എന്തൊക്കെ അപവാദമായി പറയുന്നത്? സത്യമാണ് പറയുന്നത്. ഫാഷനെ ആന കുത്തിയാലും പണ്ടൊക്കെ പേടിച്ചിട്ട് ഞാനിങ്ങനെ ഈ ചൂല് വെച്ചിങ്ങനെ കമ്പച്ചിങ്ങനെ തോണ്ടും എണ്ണിപ്പിക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ അടിക്കുക. അവിടെ കിട്ടൊക്കെ അടി കിട്ടും നമുക്കൊന്നും പറയാൻ പറ്റില്ല.
ടെറിബിൾ എക്സ്പീരിയൻസ്. പൂ പറിക്കാൻ വന്ന് എന്നെ അപമാനിച്ച് വിടുകയാണ്. എൻ്റെ കൊട്ട കയ്യിലുണ്ട് ഗൈസ്, ബ്യൂട്ടിഫുൾ ബാസ്ക്കറ്റ്. കട്ടപ്പനയുടെ സൗന്ദര്യം. കട്ടപ്പന പള്ളിപ്പടി റോഡിൽ നിന്നും ശീതള ഹരിഹരൻ ഏഞ്ചൽ ഡോണ പ്രസന്റ്. സംഗീതം പറഞ്ഞു കൊടുക്കുക. ഇൻ കേസ് ഈ വീട്ടുകാരും എല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടി കിട്ടത്തെ ഓർത്ത. നിങ്ങൾക്ക് എൻ്റെ അഭിപ്രായം വേണമെങ്കിൽ പറഞ്ഞാൽ മതി. എന്നെക്കുറിച്ച് ഒരു അഭിപ്രായവും നല്ല അഭിപ്രായവും ഇല്ല, മോശം അഭിപ്രായവും. അങ്ങനെ വേണം ഒരു മനുഷ്യനായ. നല്ല അഭിപ്രായമില്ല, ചീത്ത അഭിപ്രായമില്ല. ഒരു മനുഷ്യൻ ഭൂമിയിൽ നിൽക്കുകയാണെങ്കിൽ കിട്ടാവുന്നതിൻ്റെ ഏറ്റവും നല്ല അഭിപ്രായമാണത്. പൂ പറിക്കാൻ പോരുന്നോ അതിരാവിലെ. നമ്മുടെ കേസിൽ അത് ഞാൻ കണ്ടുപിടിച്ചു. എനിക്ക് അടി കിട്ടുവാണെങ്കിൽ ഞാൻ ഈ വീഡിയോ സഹിതം ഈ വീട്ടുകാരെ എടുത്ത് കാണിക്കുന്നതാണ്. തെളിവ് സഹിതം എൻ്റെ കയ്യിലുണ്ട്. അവരുടെ പൂവും പറിച്ച് അവരുടെ വീട്ടിൽ കയറി നിൽക്കണം എന്നാണ് അമ്മൂസ് പറയുന്നത്. പൂ ഞാൻ താഴെട്ടിട്ടുണ്ടെങ്കിൽ ശരിയാക്കും. പൂ എൻ്റെ കയ്യിൽ സേഫാണ്. ഈ വീട്ടിൽ പൂ കിട്ടുമോ? ആ മുറ്റത്ത് നോടാൻ എളുപ്പമുണ്ട്. മഴ പെയ്ത് തുടങ്ങി. ഭാഗ്യത്തിന് ഉണാച്ച കുട എടുത്തിട്ടുണ്ടായിരുന്നു. ആ നിർത്തിയിട്ട് പോടി അമ്മൂന്ന. അമ്മൂസിൻ്റെ തള്ളു കേട്ട് കരയുന്ന വീട്. നമുക്ക് പൂച്ചവാലനും കൂടെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഇത് പൂച്ചവാലൻ എന്നാണ് പറയാറ് ഈ പൂന്. ഈ അവസരത്തിൽ എനിക്ക് ഒരു പാട്ട് പാടുന്നുണ്ട്. വാ വാ താമര പെണ്ണേ കൂടെ കളിക്കാൻ വാ. മടിച്ചല്ല, അത് എളുപ്പമുണ്ടായിരുന്നു അതുകൊണ്ടാ. ശരി, വേണ്ട തിരിച്ചെടുത്തോളാം. ഞാൻ ജാനിക്കുട്ടിയായി ഗൈസ്. എന്നെ പോലെ ഗുഡ് ഗേൾ. ഹാപ്പി ഓണം. നിൽക്കില്ലെങ്കിൽ ഗൈസ് പൂ പറിക്കാൻ വന്നാൽ ഞാനിപ്പോ എവിടാന്ന് എനിക്കറിയില്ല ഗൈസ്. ഈ മരമൊക്കെ കാണുമ്പോൾ പേടി വരുന്നുണ്ടല്ലേ. എന്താ ഇത് വാങ്ങിയിട്ട് ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഫ്ലാഷ് അടിച്ച് പൂ പറിക്കാൻ പോകുന്നത്. അതാണ് നമ്മൾ കഷ്ടപ്പെട്ട് പറിച്ച പൂക്കള്. സോ ഗൈസ്, നമുക്ക് ഒരുപാട് പൂക്കൾ കിട്ടി. കൊങ്ങണി, കാക്കപ്പൂ, പൂച്ചപ്പൂ, കോഴിപ്പൂ, അങ്ങനത്തെ കുറേ പൂക്കളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഉണാ ചാൻസ് കൺക്ലൂഡ് ചെയ്തോട്ട് പോയാൽ മതി. ബാ പറ ഗൈസ്, എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ഈ പൂ പറിക്കൽ എക്സ്പീരിയൻസ്? കൊള്ളാം ഗൈസ്, വളരെ മികച്ചത്. 6 തിരിച്ചു വന്നു. കുറച്ച് 10 മിനിറ്റ് മതി, നമുക്ക് ഇത്ര പൂക്കൾ കിട്ടിയില്ലേ. അപ്പം നമ്മൾ നാളത്തെ വീഡിയോയിലാണ് നമ്മൾ അത്തപ്പൂ ഇടാൻ പോകുന്നത്. അത്തപ്പൂ എങ്ങനായിരിക്കും നമുക്ക് കണ്ടത്. അതെ, ബൈ ബൈ, സൈനിങ് ഓഫ്. ബൈ.